പോലീസിനെ അറിയിച്ചു. പോലീസുകാർ വന്നിട്ട് നമുക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. അതാണ് നിങ്ങൾ മുമ്പ് കേട്ടത്. അതൊക്കെ അപലപനീയമാണ്. ഏതായാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം വിവരം ഞങ്ങൾ അറിയിച്ചു. അദ്ദേഹം ഉടൻ തന്നെ DGPക്ക് നിർദ്ദേശം കൊടുത്തു. DGP ഇടുക്കി ജില്ലാ മേധാവിയെ അറിയിച്ചിരിക്കുകയാണ്. നീതിയായിട്ട് കാര്യം ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. സർക്കാരിൽ നിന്ന് ഞങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാടുണ്ടാകും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങള് സർക്കാരിനെ കുറ്റം പറയുന്നില്ല, പോലീസുകാരെ കുറ്റം പറയുന്നില്ല. മറിച്ച് ഇതൊക്കെ ശരിയല്ല. ഞങ്ങള് ന്യൂനപക്ഷമാണ്, ചെറിയ ആട്ടുംകൂട്ടമാണ്, വലിയ പണമുള്ളവരോ ഒന്നുമല്ല. പക്ഷെ ദൈവം ഞങ്ങളോടുകൂടെ ഉണ്ട്. നിങ്ങൾക്കറിയാമോ, ഇസ്രായേൽ മക്കളെ ഫറവോൻ പീഡിപ്പിച്ചു. ഫറവോന്റെ ഊഴവിചാരകന്മാർ മോശ എന്ന് പറഞ്ഞത് ഇത് നിന്റെ ജനത്തിന് പാപമാണ്, നിങ്ങൾക്ക് ദോഷം വരുമെന്നാണ്. ഫറവോൻ അത് കാര്യമാക്കിയില്ല. ദിവസങ്ങൾ അധികം വേണ്ടി വന്നില്ല. അവനും അവന്റെ സൈന്യവും ചെങ്കടലിൽ മുങ്ങിത്താഴാൻ അവന്റെ മരണവും അടക്കവും ജനങ്ങളിൽ നടന്നു. യേശുക്രിസ്തുവിന്റെ സുവിശേഷം അത് ഗുണം ചെയ്യുന്നതാണ്. അത് ആളുകൾക്ക് കുഞ്ഞുങ്ങൾക്ക് നന്മ ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും യേശുവിന്റെ സുവിശേഷം വന്നുകൊണ്ടാണ് ഇവിടെ കേരളത്തിൽ CMS കോളേജ് ഉണ്ടായത്. ഞാൻ അവിടെയാണ് പഠിച്ചത്. ഇവിടുത്തെ ആദ്യത്തെ പ്രസ് ക്രിസ്ത്യാനികളുടെയാണ്. ഇവിടുത്തെ ആദ്യത്തെ പത്രം ക്രിസ്ത്യാനികളുടേതാണ്. ഇന്ത്യയിലെ എത്രയോ ഭാഷകൾക്ക് വ്യാകരണം ഉണ്ടായിക്കൊടുത്ത ക്രിസ്ത്യൻ മിഷണറിമാരാണ്. ഇവിടെ അനാഥശാലകള്, ഇവിടെ കുഷ്ഠരോഗാശുപത്രികള്, അതുപോലെ ഇവിടെ സ്ത്രീകൾക്കുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്, ഇവിടുത്തെ സതി സമ്പ്രദായം നിർത്തലാക്കിയത്, ഐത്തം നിർത്തലാക്കിയത്, കർത്തവന് വഴി നടക്കാൻ പാടില്ലെന്നുള്ള കിരാതമായ ആ കാര്യം നിർത്തലാക്കിയതൊക്കെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഇടപെടലുകൾ കൊണ്ടാണ്. ഇതൊന്നും മറക്കാൻ പാടില്ല. അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ, കർത്താവായ യേശു